ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ കോയി പോണ്ടിലേക്ക് ഞാനൊരു ഓട്ടോമാറ്റിക് ഫീഡർ വാങ്ങി. അതിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇത് സൺസം എന്ന കമ്പനിയുടെ CFF 206 എന്ന മോഡലാണ്. നമ്മുടെ പോണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന പമ്പും അതുപോലെ ഫിൽട്രേഷൻ സിസ്റ്റവും സൺസം എന്ന കമ്പനിയുടെ തന്നെയാണ്. പൊതുവെ നല്ല റിലയബിളായിട്ടുള്ള പ്രൊഡക്റ്റാണ് അവരുടെ മിക്ക അക്വേറിയം പോണ്ട് പ്രോഡക്ട്സും. എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അതുകൊണ്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ഫുള്ളി അസംബിൾഡായിട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇങ്ങനെ ഒരു 4 സ്പൈക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് പോണ്ടിനടുത്ത് തറ മണ്ണാണെങ്കിൽ ഇത് നമുക്കതിൽ നിർത്താം. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ ഫ്ലോറിൽ നമുക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്തും വെക്കാം. അതിനുള്ള സ്ക്രൂ ഇതുവരെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു കവറും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ പെല്ലറ്റ് പോയിൻ്റ് ചെയ്ത് വീഴാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. അല്ലെങ്കിൽ സ്പ്രെഡായിട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കണമെന്നില്ല. ഇതിപ്പോൾ പോയിൻ്റായിട്ട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ പോണ്ടൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ആവും. ഇത് പിടിപ്പിക്കാനും ഉരുമാറ്റാനും വളരെ ഈസിയാണ്. ഇത് ജസ്റ്റ് ഒരു ക്ലിക്ക് ഫിറ്റിംഗ് ആണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അസംബ്ലിങ് വളരെ ഈസിയാണ്. ഇതിൻ്റെ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നറാണ്. നമുക്ക് ഫിഷ് ഫീഡ് എത്രയുണ്ടെന്ന്, ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്നുള്ള വെളിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 6 kg വരെയുള്ള ഫിഷ് ഫീഡ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. 3 mm തൊട്ട് 10 mm വരെയുള്ള പെല്ലറ്റ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. പിന്നെ ഒരു ഓൺ ഓഫ് പവർ ബട്ടണും, പിന്നെ ഇൻ കേസ് സോളാർ ഇല്ലെങ്കിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വഴിയായിട്ടും ചാർജ് ചെയ്യാനുള്ളൊരു ചെറിയൊരു പോർട്ടും ഉണ്ട് അതിന്. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു 4 ബട്ടണാണുള്ളത് സെറ്റിങ്ങിന് വേണ്ടി. ഒരു സെറ്റും അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും പിന്നെ ഒരു റൺ ബട്ടണും. പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ആദ്യം ചോദിക്കുന്നത് കറണ്ട് ടൈം സെറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ 3:55 സമയം. അപ്പം 15:55 നമുക്ക് സെറ്റ് ചെയ്യാം. 7, 8, 11, 13, 14, 15 ഫസ്റ്റ് അവർ, പിന്നെ മിനിറ്റ് 55. അപ്പം ഇങ്ങനെ 55 കിട്ടുന്നത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സെറ്റായി. നമുക്ക് അടുത്ത സെറ്റിങ്ങിലോട്ട് പോകാനും അല്ലെന്നെങ്കിൽ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ക്രോൾ ചെയ്തിട്ട് നോക്കാനും വേണ്ടി ഇങ്ങനെ സെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സെറ്റിങ്ങിലോട്ട് പോകും. അടുത്ത സെറ്റിങ് ചോദിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യേണ്ടുന്ന ടൈമാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമും പിന്നെ അതിൻ്റെ റൺ ടൈമും. അങ്ങനെ നമുക്ക് 6 നേരം ഒരു ദിവസം ഫീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 നേരമേ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. രാവിലെയും വൈകിട്ടും അങ്ങനെ 2 നേരമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 6 തവണ സെറ്റ് ചെയ്യുമ്പോഴും റൺ ടൈം ചോദിക്കും. റൺ ടൈം 1 to 20 സെക്കൻഡാണ് റൺ ടൈം സെറ്റ് ചെയ്യാവുന്നത്. അതായത് ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്, ഫിഷ് പോണ്ടിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നനുസരിച്ചാണ് നമ്മൾ റൺ ടൈം. ഇപ്പോൾ ഒരുപാട് ഫിഷ് ഉണ്ടെങ്കിൽ റൺ ടൈം ഇച്ചിരി കൂട്ടി കൊടുക്കുക. അപ്പോൾ കൂടുതൽ പെല്ലറ്റ് പോണ്ടിലേക്ക് വീഴും. അതനുസരിച്ച് ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 സെക്കൻഡാണ് റൺ ടൈം ഇട്ടേക്കുന്നത്. അപ്പോൾ 2 സെക്കൻഡ് കുറച്ച് പെല്ലറ്റേ വീഴത്തുള്ളൂ. പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാനുവലി റൺ ചെയ്യിപ്പിക്കാനായിട്ട്, ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവലി ഫീഡ് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെ ഒരു റൺ ബട്ടൺ ഉണ്ട്. റൺ ബട്ടൺ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാനുവലി ഫീഡാവും. ഇതുകൂടാതെ ലാസ്റ്റ് ഒരു സെറ്റിംഗ് ഉള്ളത് എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ഫീഡ് ത്രോ ചെയ്യണമെന്നുള്ളതാണ്. അത് S, M, L, സ്മാള്, മീഡിയം, ലാർജ് ഇങ്ങനെ മൂന്നായിട്ട് സെറ്റ് ചെയ്യാം. സ്മാൾ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, മീഡിയം എന്ന് പറഞ്ഞാൽ 2 മീറ്റർ, L എന്ന് പറഞ്ഞാൽ 3 മീറ്റർ. 3 മീറ്റർ ഡിസ്റ്റൻസിൽ ത്രോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കാണാം, ഇതൊന്ന് ത്രോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പം മുകളിൽ ആ കവർ വെച്ചിട്ടില്ല. അപ്പം സ്പ്രെഡ് ചെയ്താണ് ഇതിപ്പം വീഴുന്നത്. കവറില്ലാത്ത കാരണം കണ്ടില്ല, സ്പ്രെഡ് ചെയ്തിട്ട് പോണ്ടിൽ പോയിട്ട് ഞാനിപ്പം മീഡിയത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. മീഡിയം 2 മീറ്റർ ഡിസ്റ്റൻസിൽ ത്രോ ചെയ്യും, സ്പ്രെഡ് ചെയ്ത് ത്രോ ചെയ്യും. ഇതിപ്പോൾ ഞാനിപ്പോൾ കവർ ഇട്ടുകൊണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് ചെയ്താണ് അത് വീഴുന്നത്. കണ്ടില്ല, ഇപ്പം പോയിൻ്റ് ചെയ്തിട്ട് ഒരു പോർഷനിലോട്ട് മാത്രമായിട്ട് വീഴും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതാണ് നമ്മളുടെ കോയി പോണ്ട്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.